ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ ബേസ് ആണോ നമുക്ക് വേണ്ടത് അതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചാപ്റ്റർ പഠിക്കാൻ പോകും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയലിനെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചും ഫോർമുല ഉപയോഗിച്ചൊക്കെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആദ്യമേ ഫാക്ടർ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുവാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് തന്നേക്കണം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വരും. സം എന്ന് പറയുന്നത് എത്രയാ, ദാറ്റ് ഈസ് ഈക്വൽ ടു -5 വരും. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നു കഴിയുമ്പോൾ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യന് പ്രോഡക്റ്റും സമ്മും ഇടണം. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചേക്കണേ അല്ലേ. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഏതാ മക്കളെ, 6. സം എന്ന് പറഞ്ഞ ഏതാ, എക്സിന്റെ കോഎഫിഷ്യന്റ് -5 വരും. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് 6 ആയി, സം -5 ആയി, എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയി. ഇനി നമ്മൾ നോക്കണം ഈ പ്രോഡക്റ്റ് 6 വന്നെങ്കിൽ ഏതൊക്കെ നമ്പർ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 1 × 6 6 ആണ് അല്ലേ. അടുത്ത പോലെ തന്നെ നമുക്ക് വേറെ നമ്പറും ഇല്ല. ഇത് -1 × -6 വന്നാലും +6 ആണ് ഫസ്റ്റ് രണ്ട് നമ്പർ. ഇനി 2 × 3 വന്ന 6 ആണ്, കറക്റ്റ് അല്ലേ. ഇനി അടുത്ത ഏതാന്ന് നോക്കി, 2 × -2 × -3 വന്നാലും 6 ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ ഫസ്റ്റ് വൺ ഈ പ്രോഡക്റ്റ് എല്ലാം പോലെ എഴുതി നോക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഇനി നിങ്ങൾ നോക്കണം പ്രോഡക്റ്റ് 6, നമുക്ക് ഇതെല്ലാം പ്രോഡക്റ്റ് 6 തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് സം ഏതാണ് 5 തന്നെ നോക്കണം. സമ്മ -5 അല്ലേ. അപ്പൊ ഏതായിരിക്കും, ഇത് നോക്കിയേ, ഇത് പറ്റില്ല, 1 + 6 ഇത് പറ്റി, ഇത് പറ്റില്ല, കാരണം -1 -6 -7 ആണ്. 2 ഉം 3 ഉം 5 അതുമല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എന്താ, -2 3 -5 ആണ്. അപ്പൊ ദ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ഏതാണ്, x = x - 2. ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ x - 2, അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ -3 0 ആണ്. അപ്പൊ എക്സിന്റെ സീറോസ് എന്ന് പറയുന്നത് ഇവിടെ x2 ഉം x3 ഉം കിട്ടിയില്ലേ. അപ്പൊ ഈ 2നെയും 3 ആണ് നമ്മൾ അടുത്ത ഈ ചാപ്റ്റർ കണ്ടന്റിനകത്ത് ഒന്നുമില്ല. ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സീറോസ് ഏതാന്ന് വെച്ചാൽ ഏതാണ്, ഈ 2 ഉം 3 ഉം ചുമ്മാ എടുത്തെഴുതിയാൽ മതി. അപ്പൊ ഫാക്ടറൈസേഷൻ അവിടെ അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ സീറോ കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പൊ x² - 5x + 4 ആ തന്നേക്കുന്നത്, +4 തന്നേക്കുക. ഇവിടെ നമ്മൾ നോക്കുക, നമ്മുടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് 4 ആണ്. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് +4 ഉം സം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു -5 ആണ്. അപ്പൊ ഇവിടെ നോക്കിയ മക്കളെ, പ്രോഡക്റ്റ് 4 ആകണമെങ്കിൽ P4 ആകണമെങ്കിൽ ഏതൊക്കെ നമ്പർ വരും, 1 × 4 4 വരും, കറക്റ്റ് അല്ലേ. -1 × -4 4 വരും, -2 × -2 4 വരും. കറക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്പേഴ്സ് ഇത്രയാണ് വരുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ സൈഡിൽ വെറുതെ ഒന്ന് എഴുതി നോക്കണം പ്രോഡക്റ്റ് 4 വരുന്ന ഏതൊക്കെ നമ്പറാണ്. ഇനി നിങ്ങൾ നോക്കിയേ, സം -5, അപ്പൊ ഏതായിരിക്കും, ഇതല്ലല്ലോ. 1 + 4 വരുമ്പോ 5 വരുള്ളൂ, +5 വരുള്ളൂ. അപ്പൊ ഇതല്ല. ഇനി -1 ഉം -4 കറക്റ്റ് അല്ലേ. നോക്കിയേ, -1 ഉം -4 വരുമ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു -5 വരും. ഇതും അല്ല, കാരണം -2 ഉം -2 കൂടെ വരുമ്പോ -4 -5 കിട്ടില്ല. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതായി കിട്ടി, -1 × -4. അപ്പൊ x - 4 വരും. അപ്പൊ നമുക്ക് ഇതിനകത്ത് x - 1 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 1 ഉം x - 4 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 2 വരും. അപ്പൊ ശരിക്കും പറഞ്ഞ എന്താണ്, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞ ഏതാണ്, ഈ 1 ഉം 4 ഉം ആണ് ആ പോളിനോമിയൽ 0 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് എന്താ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -18 വരും. സം എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു -7 വരും. ഇനി പ്രോഡക്റ്റ് -18 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പർ ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 18 വരാം, ദെൻ അടുത്ത 3 × 6 വരാം, ദെൻ അടുത്ത 2 × 9 വരാം. ഇതെല്ലാമാണ് നമുക്ക് പ്രോഡക്റ്റ് ഏത് വരുന്നത്, 18 വരുന്നത്. ഇവിടെ പ്രോഡക്റ്റ് -18 വരുന്നത് അല്ലേ. ഇപ്പൊ പ്രോഡക്റ്റ് -18 വരുന്നെങ്കിൽ ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 18 × 1 കൂടെ തിരിച്ചു വരാം, കാരണം ഇതിന് മൈനസ്, അപ്പൊ പ്രോഡക്റ്റ് -8. ഇതിന് മൈനസ് വന്ന അപ്പോഴും പ്രോഡക്റ്റ് -8. ഇനി -3 വന്ന പ്രോഡക്റ്റ് -8. ഇനി നോക്കിയേ, 3 × -6 വന്നാലും പ്രോഡക്റ്റ് -8. ഇനി -2 × 9 വന്നാലും പ്രോഡക്റ്റ് -8. 2 × 9നകത്ത് -9 വന്നാലും ഇതെല്ലാം പ്രോഡക്റ്റ് -8. ഇതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നോക്കണം. സം ഏതാണ്,
-7 കിട്ടണേ നോക്കാം. പറ്റുമോ? ഇത് പറ്റില്ല. അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം അത് പറ്റത്തില്ല. ഇനി ഇത് നോക്കാം, ഇതും പറ്റത്തില്ല. കാരണം 6 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും -3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും 7 വരുന്നില്ല. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കറക്റ്റ് അല്ലേ? 2 9 അല്ലേ? അപ്പൊ ഇവിടെ സമ്മിനകത്ത് നെഗറ്റീവാ വന്നേക്കണേ. അപ്പൊ ഏതായിരിക്കും? അങ്ങനെ വന്നു കഴിയുമ്പോൾ വലിയ നമ്പറിന് നമ്മൾ എന്താണ് നെഗറ്റീവും, സ്മോളർ നമ്പറിനല്ല കൊടുക്കേണ്ടത്, ബിഗർ നമ്പറിന് വേണം നമ്മൾ ആ സൈൻ കൊടുക്കാനായിട്ട്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് അല്ലേ? നോക്കിയേ, അപ്പൊ നോക്കാം, നിങ്ങൾ നോക്കിയേ, 2 × -9 ദാറ്റ് ഈസ് ഈക്വൽ ടു -8, 2 + -9 ദാറ്റ് ഈസ് ഈക്വൽ ടു -7. ഇത് നമ്മൾ കുറെ നമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത്രയും നമ്പർ ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? s+2 x -9 വരും. അപ്പൊ എക്സിന്റെ s+2 0 കൊടുക്കുമ്പോൾ എക്സിന്റെ ഒരു വാല്യൂ വരും. x -9 0 കൊടുക്കുമ്പോൾ എക്സിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 9 വരും. അപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞു കണ്ടോ, ഈ ആ ചാപ്റ്ററിന്റെ കണ്ടന്റിലേക്ക് വരുമ്പോൾ സീറോസ് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഇതറിയാമെങ്കിൽ നമുക്ക് ചുമ്മാ ആ നമ്പറുകൾ ആൽഫ എന്ന് ബീറ്റ എന്ന് കൊടുത്ത് എഴുതാൻ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ആണിത്. നന്നായി നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്